ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ കവടിയാർ കൊട്ടാരം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് 3 വീടുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ തറവാടാണ്. ആ തറവാട് അദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിൽ അദ്ദേഹം ഈ കവടിയാറിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ സെക്കൻഡ് പെർമിഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങണം. അത് വാങ്ങിയിട്ടുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കണം. ഇനി തറവാട് വീട് അദ്ദേഹത്തിൻ്റെ പേരിലല്ല എന്ന് നിൽക്കുക, 3ാമത്തതാണ് ഈ ഫ്ലാറ്റ്, അല്ലെങ്കിൽ സ്വാഭാവികമായി 2ാമത്തതാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു വീട് വെക്കാനേ അനുവാദമുള്ളൂ. അനുവാദമല്ല, 2ാമതോ 3ാമതോ വീട് വെക്കാം. പക്ഷെ അതിൻ്റെ സോഴ്സ് കാണിക്കണം, ഡിപ്പാർട്ട്മെൻറ്റ് ഇൻറ്റിമേറ്റ് ചെയ്യണം, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണം. അത് ചെയ്തതായിട്ട് എൻ്റെ അന്വേഷണത്തിലില്ല. അത് വിജിലൻസ് പരിശോധിക്കണം. മറ്റൊരു പ്രധാന കാര്യം, 2015 തൊട്ടിട്ട് അദ്ദേഹം നൽകിയ അദ്ദേഹത്തിൻ്റെ ആനുവൽ പ്രോപ്പർട്ടി ഫൈനാൻസ് റിപ്പോർട്ട് ഉണ്ടാവും. എല്ലാ വർഷവും ഇതുപോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിൽ സമർപ്പിക്കേണ്ടതാണ്. ആ റെക്കോർഡുകളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ 10 ദിവസത്തെ മാറ്റമൊന്നും പിന്നെ പ്രോപ്പർട്ടി ഇല്ലല്ലോ. അത് വിജിലൻസ് അന്വേഷിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഭാര്യ സഹോദരന്മാരുടെയും പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വളരെ അടിയന്തരമായിട്ട് ചേർക്കേണ്ട ഒരു സംഗതിയാണ് ഇത്. സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട DGPക്കും മുഖ്യമന്ത്രിക്കും വിതിൻ 1 hour or 2 hours നമ്മൾ പരാതി നൽകുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇന്നൊരു വിവരാവകാശം കൊടുക്കുന്നുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ 2015 തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളാണ്, വിദേശ യാത്രകൾ. അദ്ദേഹം നിരവധി തവണ ഒരു പെർമിഷനും ഇല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പെർമിഷൻ എടുത്തു പോയതിൽ തന്നെ ചൂണ്ടിക്കാണിച്ച രാജ്യത്തേക്ക് മാത്രമല്ല അദ്ദേഹം പോയിട്ടുള്ളത്. പെർമിഷൻ എടുക്കുമ്പോൾ ഒരു രാജ്യത്തേക്ക് പോകുന്നു പേഴ്സണൽ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് പിന്നീട് അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൃത്യമായ വിവരാവകാശത്തിന് വേണ്ടിയിട്ട് ഇന്ന് വിവരാവകാശ പ്രകാരം ഈ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വിവരാവകാശത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ആനുവൽ ഫൈനാൻഷ്യൽ ആൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് നൽകാനുള്ള വസ്തുതകൾ. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാൻ നീണ്ടുപോകണ്ട. മുഖ്യമന്ത്രി എന്തിനാ പ്രതിരോധത്തിലാവുന്ന? അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിച്ചു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു IPS-കാരനെ സസ്പെൻഡ് ചെയ്തു, അതിന് കൂട്ടുനിന്ന മറ്റൊരു IPS-കാരനെ ട്രാൻസ്ഫർ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ബന്ധത്തിൽപ്പെട്ട ചില DYSP-മാരെ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ ഇതാ SIT-യുടെ ഹെഡ് എന്ന നിലക്ക് DGP നൽകിയ ശുപാർശ ഗവൺമെൻറ് അംഗീകരിച്ച് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി പ്രതിരോധത്തിലാവേണ്ട കാര്യം എന്താ? അങ്ങനെ ഒരു വിഷയത്തിൽ ഒതുക്കുന്നില്ലല്ലോ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആക്ഷേപം പരാതി അല്ലെങ്കിൽ ആക്ഷേപം ഉയരുമ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുന്നത്. അല്ല, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അക്കോർഡിംഗ് ടു മൈ നോളജ് അദ്ദേഹം എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുന്ന പ്രശ്നമേ ഇല്ല. ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും ഈ ഒരു അവസ്ഥയിൽ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം.